മലയാറ്റൂർ മല കയറിയിട്ടുണ്ടോ? മലയാറ്റൂർ കുരിശുമല. പകുതി എത്തുമ്പോൾ നമ്മൾ ആരാണെങ്കിലും ഒന്നിരുന്നു പോകും. എന്തിനാ കയറിയത്, തിരിച്ചിറങ്ങി പോയാലോ എന്നൊക്കെ ഒന്ന് ആലോചിച്ചു പോകും. ആ മല കയറി അങ്ങേയറ്റം ചെല്ലുമ്പോൾ നമ്മൾ തന്നെ ഓർക്കും, എന്റെ കർത്താവേ, ഞാൻ തന്നെയാണോ ഈ മല മുഴുവൻ കയറി ഇങ്ങ് വന്നേന്ന്. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഇച്ചിരി അധികം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ മോളിൽ കയറി ചെന്ന് കഴിയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, ഒരു സന്തോഷമില്ലേ, ആ ഒരു സമാധാനം, നമ്മളെ കാത്തിരിക്കുന്ന കുറേ അധികം കാഴ്ചകൾ കാണില്ലേ. അതുപോലൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതവും. ഇപ്പം നിങ്ങൾ ലൈഫിൽ ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും ഏതൊരു പോയിന്റിലാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതും കടന്നു പോകും. പക്ഷെ ഇതെങ്ങനെ കടത്തി വിടണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. പിന്തിരിഞ്ഞു പോകാനും തോറ്റു കൊടുക്കാനും ചില സമയങ്ങളിൽ ജീവിതത്തിൽ ആത്മഹത്യയ്ക്ക് ഒരു സൊല്യൂഷനായിട്ട് എടുക്കുമ്പോൾ അതിനൊക്കെ കാണിക്കുന്ന ധൈര്യത്തിന്റെ 1% മതി. എന്തു വന്നാലും ഞാൻ നേരിടും, ഞാൻ മുന്നോട്ട് തന്നെ പോകും എന്നുള്ള കോൺഫിഡൻസോടെ നല്ല ധൈര്യത്തോടെ ഒന്ന് ഇറങ്ങി തിരിച്ചാൽ നിങ്ങളുടെ സിറ്റുവേഷൻസ് മാറിയെന്ന് വരില്ല, നിങ്ങളുടെ പ്രശ്നങ്ങളും മാറിയെന്ന് വരില്ല. പക്ഷേ ഈ പ്രശ്നങ്ങളെയും ഈ ചുറ്റുപാടുകളെയും വേറൊരു കാഴ്ചപ്പാട് കാണുവാനും അതിനോട് പ്രതികരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. പരുന്തിനെ കണ്ടിട്ടില്ലേ? മറ്റു പക്ഷികൾ മഴ നനയാതെ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പം പരുന്തെന്താ ചെയ്യുന്നത്? മഴമേഘങ്ങൾക്ക് മുകളിലൂടെ പറക്കും. അതുപോലെ തന്നെ നമ്മളും വേണ്ടത്. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ, പക്ഷേ നമ്മുടെ കാഴ്ചപ്പാടുകൾ കൊണ്ടും നമ്മുടെ ചിന്തകൾ കൊണ്ടും നമ്മളെ തന്നെ മാറ്റി നമ്മുടെ ഈ പ്രശ്നങ്ങളുടെ എല്ലാം മുകളിലൂടെ പറക്കാൻ നമ്മളും ശ്രമിക്കണം. ഗോഡ് ബ്ലെസ് യു ഓൾ.